ശ്രീ കെ പി നൗഷാദ് അലി, 2017-18 കാലഘട്ടത്തിൽ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടി ഡിസംബർ 2018 വരെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഡെഡ് ലൈൻ നൽകി. പക്ഷേ അത് റിട്ടേൺസ് ഫയൽ ചെയ്യാത്തതുകൊണ്ട് നിങ്ങളുടെ എക്സംഷൻ നഷ്ടമാകുന്നു. പിന്നെ 20,000 രൂപ വരെ മാത്രമാണ് ക്യാഷ് സ്വീകരിക്കാൻ കഴിയുക. 14 ലക്ഷം രൂപ വരെ കോൺഗ്രസ് ക്യാഷ് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലയിലുള്ള എക്സംഷനും നഷ്ടമാകുന്നു. അപ്പോൾ പിന്നെ കോൺഗ്രസിൻ്റെ കയ്യിലുള്ള പണം മുഴുവൻ കോൺഫിസ്കേറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റെന്താണ് പോം വഴി? നികേഷ്, ഇവിടെ ഈ ഇൻകം ടാക്സിന്റെ നടപടിയൊക്കെ, ഇൻകം ടാക്സിന്റെ ഈ നടപടികൾ, അതിന്റെ ഈ പ്രൊസീഡിങ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പരാതി ഉണ്ടെങ്കിൽ ഇൻകം ടാക്സിന്റെ അപ്പീൽ അതോറിറ്റിയിലാണ് നമ്മൾ ബോധിപ്പിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് കോടതിയിൽ പോകാം. കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ടോയ്ലറ്റ് പേപ്പർ ചുരുട്ടി ഇൻകം ടാക്സ് എന്ന BJPയുടെ ഈ പുതിയ പോഷക സംഘടനയുടെ മുഖത്തേക്ക് നോക്കി കോടതി വലിച്ചെറിയും. അത്രമാത്രം ദുരുപദിഷ്ടങ്ങളായ കാര്യങ്ങളാണ്. അല്ല, കോടതിയിൽ അങ്ങനെ പോയത് സ്റ്റേ കിട്ടാനോ അല്ലെങ്കിൽ പിന്നെ ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങാനോ ഒക്കെ ആണല്ലോ. അന്തിമമായിട്ട് കോടതി പോകണമെങ്കിൽ അതിന് സ്റ്റെപ്പ് 1, 2, 3 ഒക്കെ പ്രൊസീഡിങ്സ് ഉണ്ട്. അത് പ്രകാരം കോടതിക്ക് ഇത് പരിഗണിക്കുമ്പോൾ വർഷങ്ങൾ കഴിയും. അപ്പോഴേക്കും ഈ തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ദില്ലി ഹൈക്കോടതിയിൽ പോയി. പക്ഷെ ദില്ലി ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. ഇനി അടുത്ത മാസം ആദ്യം നിങ്ങൾ സുപ്രീം കോടതിയിൽ പോകാനിരിക്കുകയാണ്. അതിൽ പ്രതീക്ഷ വെച്ച് നിൽക്കുകയാണ്. അല്ലാതെ കോടതിയിൽ പോയിട്ടില്ല എന്നുള്ള നിലപാട് എടുക്കല്ലേ ശ്രീ കെ പി നൗഷാദ് അലി? നികേഷേ, അല്ല നികേഷ്, കോടതി പോയിട്ടില്ല എന്നുള്ള നിലപാടല്ല. കോടതി പോവാന്ന് പറഞ്ഞാൽ ഇത് ഇമ്മീഡിയറ്റ് എഫക്റ്റോടുകൂടി ഇതിനെ സ്റ്റേ വാങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കോടതി പോയിട്ടുണ്ട്. അതല്ലാതെ ഇതിന്റെ ഇൻകം ടാക്സിന്റെ പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാളെ ഇവർ കാശെടുത്തുകൊണ്ട് പോകുന്നില്ല. അതിന് നമുക്ക് അപ്പീൽ അതോറിറ്റി ഉണ്ട്. അപ്പീൽ അതോറിറ്റി കഴിഞ്ഞാലും കോടതിയിൽ പോവാം. അങ്ങനെ അവരുടെ കുറ്റപത്രമൊക്കെ വരുമ്പോഴേ അതിനകത്തൊക്കെ പ്രസക്തിയുള്ളൂ. അതിനൊക്കെ സമയമെടുക്കും. അതേ ഉള്ളൂ BJPയുടെയും ആവശ്യം. കാരണം ഈ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് ഇത് കോൺഗ്രസിന്റെ കയ്യിലൊന്നും ഇല്ലാതാക്കുക എന്നതിന്റെ അപ്പുറത്ത് അജണ്ടയൊന്നും അവർക്കില്ല. ഇതൊക്കെ കേവലം ദുർബലത്തിൽ എത്രയോ ദുർബലമായ അശു കണക്കെയുള്ള ഓരോ അമ്പുകളാണ് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഈ കോടതി പോകുന്ന കാര്യങ്ങൾ ഈ ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, EDയുടെ കാര്യത്തിൽ ഇവിടെ മനീഷ് സിസോദിയയുടെ ഒരു ജാമ്യാപേക്ഷ വന്നപ്പോഴും സുപ്രീം കോടതി നിരീക്ഷിച്ചത് അതാണ്. ഇതൊക്കെ ദുർബലമായ കേസാണ്. പ്രതിഭാഗം വക്കീല് 2 ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. ഈ പ്രോസിക്യൂഷൻ നിരീക്ഷിച്ചുകൊണ്ടാണ് PML ആക്ടിന്റെ സെക്ഷൻ 45 മുൻനിർത്തിക്കൊണ്ട് ജാമ്യം നിഷേധിക്കുന്നത്. ഇന്ത്യ എന്ന രാജ്യമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് വല്ല കരീബിയൻ ദ്വീപുകൾക്ക് സമാനമായിട്ടോ അല്ലെങ്കിൽ ഈദി അമീനൊക്കെ ഭരിച്ചിരുന്ന രാജ്യത്തിന് സമാനമായിട്ടൊക്കെ ജനാധിപത്യം നശിച്ച, പൗരാവകാശങ്ങൾ ഇല്ലാതായ ഒരു ബനാന റിപ്പബ്ലിക്കായിട്ട് ഈ നാട് മാറി. നിങ്ങൾ നോക്കുക, UPയിലൊക്കെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ നിങ്ങളുടെ കൂടി രാജ്യമല്ലേ ശ്രീ കെ പി നൗഷാദ് അലി? നിങ്ങൾ ഇതിനെ ബനാന റിപ്പബ്ലിക് എന്നൊന്നും വിളിക്കാതെ. അല്ല, അത് വിളിച്ചിരിക്കും. എന്താ നിങ്ങൾ വിളിക്കണ്ടെന്നേ? ഞങ്ങൾക്ക് വിളിക്കുന്നതിന് ഞങ്ങൾക്ക് സൗകര്യവും സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ ബനാന റിപ്പബ്ലിക് എന്ന് 1 തവണയല്ല 10 തവണ വിളിക്കും. വെള്ളരിക്കാപ്പട്ടണം എന്ന് 100 തവണ വിളിക്കും. കാരണം ഈ രാജ്യത്തിന്റെ എല്ലാ അന്തസ്സത്തെയും ചോർന്നൊലിച്ചു പോയി. അതൊക്കെ കട്ടുകടത്തിപ്പോയി. ഇവിടെ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതിലും വൃത്തിയായിട്ട് രാജ്യം ഭരിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉത്തരേന്ത്യയുടെ തെരുവുകളിൽ ഓരോ ആഘോഷങ്ങൾ നടക്കുമ്പോൾ മതഭ്രാന്തന്മാര് ഭരണകൂടത്തിന്റെയും പോലീസിന്റെയൊക്കെ സഹായത്തോടു കൂടി ഒരു വിഭാഗത്തെ കല്ലെറിഞ്ഞും ചെളിവാരി എറിഞ്ഞും ഒക്കെ ആട്ടി ഓടിക്കുകയാണ്. അവരുടെ ആരാധനാലയങ്ങളിലേക്ക് അതിക്രമിച്ച് കയറുകയാണ്. പാകിസ്ഥാനിൽ പോലും ഇത്രക്ക് മതഭ്രാന്ത് തീവ്രമായി പൊട്ടിയൊലിച്ച ചരിത്രമുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ രാജ്യമൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന് വേറെന്ത് ഉദാഹരണം വേണ്ടത്? ഈ രാജ്യത്തെക്കുറിച്ചുള്ള ഈ ലോകത്തിന്റെ കണക്ക് കൂട്ടലുകൾ, പ്രതീക്ഷകൾ, വിലയിരുത്തലുകളൊക്കെ നശിച്ചുപോയി കഴിഞ്ഞിരിക്കുന്നു. ഈ രാജ്യം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം പോയിട്ട് കേവല ജനാധിപത്യ രാജ്യം പോലുമല്ല. 41 കമ്പനികൾ ആണ് ഇവിടെ EDയുടെയും ഇൻകം ടാക്സിന്റെയും ഒക്കെ അന്വേഷണ പരിധിയിലുണ്ടായിരുന്നത്. അവരിൽ നിന്ന് 2600 കോടി രൂപ ഇവിടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ട് ആ 41 കമ്പനികൾക്കെതിരെയുള്ള അന്വേഷണം നിർത്തിവെച്ചൊരു സർക്കാർ BJPയിലേക്ക് ചേർന്നാൽ ഏത് കൊടും കുറ്റവാളിയും നിരപരാധിയായി തീരുന്ന ഒരു വിചിത്ര ലോകം. ഇതൊക്കെ പച്ചക്ക് പരസ്യമായിട്ട് ചെയ്യുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെ അകത്ത് പിടിച്ചിടാൻ വേണ്ടി കൺഫസ് സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിയാണ് ചില പ്രതികളെടുത്തത്. അവരെ മാപ്പുസാക്ഷിയായിക്കൊണ്ട് കൺഫസ് സ്റ്റേറ്റിന്റെ മുമ്പും ശേഷവും അവർ BJPയുടെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് പണം ചെലുത്തിയിട്ടുണ്ട്. ഇതൊക്കെ പരസ്യമായിട്ട് ചെയ്യുകയാണ്. ഈ കാടി വെള്ളം മൂടി വെച്ച് കുടിക്കണം എന്നൊക്കെ ചില ചൊല്ലുണ്ട്. ഇതൊന്നുമല്ല, പച്ചക്ക് പരസ്യമായി ആഘോഷിച്ചുകൊണ്ട് ചെയ്യുകയാണ്. ഇവരൊക്കെ ഈ EVM അട്ടിമറിക്കില്ല എന്നുള്ളൊരു എന്തുറപ്പാ ഉള്ളത്? ഇത്തരം കാര്യങ്ങളൊക്കെ പരസ്യമായി ചെയ്യുന്നവർക്ക് ഈ EVM അട്ടിമറിക്കാനുള്ള കൈയുറക്കുകയില്ല എന്നൊക്കെ വല്ലവരും ചിന്തിക്കുകയാണെങ്കിൽ അവർ മൗഢ്യമുള്ളവരാണ്. ഈ രാജ്യത്തെ ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക്. Debate with MV Nikesh Kumar.